ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ കാലാവസ്ഥ ഉണ്ട്, ഇന്ന് ഫുള്ള് മഴയാണ്. ഇന്നൊരു മഴ ദിവസം തന്നെയാണ്. രാവിലെ അലക്കാനും വാഷ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. രാവിലെ തുടങ്ങിയ മഴയാണ്. കുട്ടികൾ മദ്രസയിൽ പോയിട്ടാണ്. അപ്പോൾ കുടയെടുക്കാണ്ട് ഇന്ന് പോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പോയി കൂട്ടിയിട്ട് വരാമെന്ന്. മഴ ആയതുകൊണ്ട് തന്നെ ഞാൻ കുടയെടുത്തിട്ട് അങ്ങനെ കുട്ടികളെ കൂട്ടാൻ വേണ്ടി പോയതാണ്. ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് മഴ, കുറച്ചൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. എന്നാലും പിന്നെ കുട്ടികൾ നനയല്ലോ എന്ന് വെച്ച് കുടയെടുത്ത് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. കാല് വെക്കുന്നത് കണ്ടോ, അത്രയും വെള്ളമുണ്ട് അവിടെയൊക്കെ. നടത്തത്തിനിടയ്ക്ക് ഞാനൊന്ന് സ്റ്റക്കായി. ഇതെങ്ങനെ അപ്പുറത്ത് കടക്കുന്ന ഒരു രീതിയിൽ ആലോചിച്ചിട്ടോ കാല് വെക്കണോ, ചളി വെള്ളമായതുകൊണ്ട് തന്നെ ഭയങ്കര മടിയാണ്. കാല് വെക്കണോ വെക്കണ്ടേ, ലാസ്റ്റ് വേറെ വഴിയില്ല എന്ന് വെച്ചതുകൊണ്ട് അപ്പാടെ എങ്ങനെയൊക്കെയോ അപ്പുറത്ത് കടന്നു. പോകുന്ന വഴി അവിടെ ഒരു ചാലുണ്ട്, അതിലേക്ക് വെള്ളം പോകുന്നുണ്ട്. എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പുറത്തൂട്ടേയും വെള്ളം ഇങ്ങനെ ഒരു വീട്ടിൻ്റെ മുമ്പിലേക്ക് അങ്ങനെ പോകുന്നുണ്ട്. കണ്ടോ, അതൊക്കെ കഴിഞ്ഞ് കുട്ടികൾ വരുന്നുണ്ടായിരുന്നു. ഞാൻ ആ വീട്ടിൻ്റെ അടുത്ത് എത്തി നോക്കുമ്പോൾ കുട്ടികൾ ഒരുവിധം കൂട്ടിയിട്ട് വന്ന്. പിന്നെ ഒരു മോളെ പറഞ്ഞയച്ചതാ, പള്ളീൻ്റെ അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് വെച്ചിട്ട് ഓള് പോയിട്ട് പറഞ്ഞിട്ട് കുട്ടികൾ വന്ന് കുട കൊടുത്ത് വെച്ചിട്ട്. അപ്പം അവൻ കളിക്കുന്നുണ്ടോ, അവന് പിന്നെ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അപ്പുറത്തോട്ട് പോരെ, ഓള് പോകുന്ന വഴിയേക്കൂട്ട് പോടുക, അതിലോട്ട് അങ്ങനെ വെള്ളമില്ല, നീ എൻ്റെ കൂടെ ഇതിൽ വരണ്ടെന്ന് പറഞ്ഞിട്ട് അവന് ഉമ്മാൻ്റെ കൂടെ വരുമെന്നും പറഞ്ഞ് വന്നതാണ്. അവിടെ ചളിയിൽ കാലൊക്കെ ഇതാകുന്നുണ്ടായിരുന്നു. എന്നിട്ടും അവൻ അതിലൂടെ തന്നെ വന്നു. അവസാനം നമ്മൾ ആദ്യം വരുമ്പോൾ ഉള്ള അത്ര വെള്ളം, ഞാൻ പോകുമ്പോൾ ഉള്ള അത്ര വെള്ളം വരുമ്പോൾ ഇല്ല. അപ്പോഴത്തേക്ക് കുറേ കുറഞ്ഞു, മഴ കുറച്ച് കുറഞ്ഞ് വരുന്നുണ്ടായിരുന്നു. മദ്രസയും വിട്ട് വന്നാൽ പിന്നെ നേരെ ടി വി കാണലാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഫുഡ് കൊടുത്തു വായിൽ വെച്ച് കൊടുത്തു രണ്ടുപേർക്കും. തുണി ഉണ്ടായിരുന്നു, അത് ഉണക്കാൻ വേണ്ടി മുകളിലേക്ക് കയറിപ്പോയി. മെഷീൻ അലക്കലില്ല, മെഷീനിൽ ഉണക്കൽ മാത്രമേ ഉള്ളൂ. അലക്കൽ എന്തായാലും പുറത്തുനിന്ന് തന്നെ അലക്കാൻ അങ്ങനെ നിൽക്കാറില്ല. മെഷീനിൽ അലക്കിയാലൊരു ശരിയില്ല. അതുകൊണ്ട് തന്നെ മഴയൊക്കെയുള്ള സമയത്താണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, ഉണക്കാനൊക്കെ കയറും. വെയിലാണെങ്കിൽ പിന്നെ പുറത്തായാലും തന്നെ അങ്ങ് ആറിയിടുകയാണ് ചെയ്യാറ്. അതിനിടയിൽ അവൻ ആ പൈപ്പിൻ്റെ അടുക്ക പോയിട്ട് പൈപ്പ് ചെയ്ത് ഞാനത് ഓഫ് ചെയ്ത് അവിടെ വെച്ചു. വേറെ വഴിയില്ല. അപ്പം നല്ല കളർ തുണിയെല്ലാം അടിയിലിട്ട് വൈറ്റ് മുകളിൽ വെച്ചിട്ടോ അങ്ങനെയാണ് ഉണക്കല്. അല്ലെ വൈറ്റിന് എന്തെങ്കിലും കളർ, ഡ്രസ്സിൻ്റെ കളർ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വൈറ്റ് ഡ്രസ്സ് അങ്ങനെ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അത് മോൻ്റെ കുർത്ത ഉണ്ടായിരുന്നു, വൈറ്റ് കന്തൂർ. വീട്ടിൻ്റെ മുകളിലെ അവസ്ഥയാണത്. പിന്നെന്താ മിച്ചന് കഴിക്കാൻ വേണ്ടേ? എന്ത് ചിക്കൻ ബിരിയാണിയാ? മോനോട് ചോദിച്ചു എന്താ കഴിക്കാൻ വേണ്ടി. അവൻ പറഞ്ഞ് ചിക്കൻ ബിരിയാണി വേണം. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ചിക്കനും വിളിച്ച് ഓർഡർ ചെയ്തു. ചിക്കനും കൊണ്ടുവന്ന് ഞാനത് ക്ലീൻ ചെയ്യാൻ. ഞാൻ കുറച്ച് ദിവസമായി വിചാരിക്കുന്നു എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അവനോട് വെറുതെ ചോദിച്ചു ഞാൻ എന്താ ഉണ്ടാക്കണ്ടേ. അപ്പോൾ പറഞ്ഞ് ചിക്കൻ ബിരിയാണി മതിയെന്ന്. പിന്നെ അതിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങി. ചിക്കനൊക്കെ കഴുകി നീറ്റാക്കി മുളകും ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത്. പിന്നെ ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം. നമ്മളിപ്പോൾ ആക്കിയമ്പാട് യൂസ് ചെയ്ത് പിന്നെ പൊരിച്ച ആ ഒരു ടേസ്റ്റ് അങ്ങ് സെറ്റ് ആവില്ല. അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഇടണം. എനിക്ക് ചിക്കനിൽ കറിവേപ്പില കുറേ ഞാൻ ഇടും, കാരണം എനിക്ക് കറിവേപ്പില എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അത് ചിക്കനുമായിട്ട് നല്ലോണം മിക്സായി വന്ന് പൊരിച്ചാലൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. കറിവേപ്പില നല്ല രീതിയിലിട്ട് നല്ലൊരു വേറെ തന്നെ ഒരു സ്വാദ് വരും ചിക്കന്. അങ്ങനെ അതൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലങ്ങ് കയറ്റി വെച്ചു. അത് നല്ല രീതിയിൽ ഒന്ന് സെറ്റാവണം. അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള പണികളിലേക്ക് കടന്നു. അതിന് പച്ചക്കറിയൊക്കെ എടുത്ത് ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം എടുത്ത് എല്ലാം റെഡിയാക്കി ഓരോന്നോരോന്നായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് വന്നു. മക്കളെന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അതൊരു എന്തോ ഒരു വിഷമം പോലെയാണ്. അതുകൊണ്ട് അത് അന്നേരം എന്താ ചെയ്യാനൊന്നുമില്ല, അപ്പോൾ എങ്ങനെയെങ്കിലും അതായിട്ട് ചെയ്ത് കൊടുക്കാൻ പരമാവധി നോക്കാറുണ്ട്. ചിക്കൻ ബിരിയാണി ഇഷ്ടമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ചിക്കൻ ബിരിയാണി ഇഷ്ടമുള്ളവരൊന്ന് ലൈക്ക് ചെയ്യും. നിങ്ങളുടെ ഓരോ കമൻറ്റും ലൈക്കും നമുക്ക് ഒരു പ്രചോദനമാണ് മുമ്പോട്ട് പോകാൻ. അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്യട്ടോ. അപ്പോൾ പച്ചക്കറിയൊക്കെ അങ്ങനെ ഞാൻ സ്പീഡായിട്ട് അരിഞ്ഞ് വെക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങി. ഇതൊക്കെ കഴിഞ്ഞാൽ തന്നെ ഏകദേശം പണി കഴിയും. ബിരിയാണിക്ക് ഈ അരിയലൊരു മെയിൻ പണി തന്നെയാണ്.
അതൊക്കെ അരിഞ്ഞു. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ഒരുമിച്ച് തന്നെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ ബാക്കിയുള്ള ഇലകളൊക്കെ ചോപ്പ് ചെയ്ത് വെച്ച് പിന്നെ നേരെ അടുപ്പ് കത്തിച്ച് നമ്മുടെ പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് പാചകം കുക്കിംഗ് അങ്ങ് സ്റ്റാർട്ടാക്കി. നമ്മളെ ചിക്കൻ തന്നെ ആദ്യം ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വെച്ച് എണ്ണ നല്ലോണം ചൂടായി. പിന്നെ ഓരോരോ പീസായിട്ട് എടുത്തിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമായിരുന്നു. എനിക്ക് ചിക്കന് ഞാൻ ഇതിൽ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ അത്യാവശ്യം ഒരു ബിരിയാണിയുടെ ഫ്രൈയിൽ റെഡിയാവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എണ്ണ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് നമുക്കിപ്പോൾ പൊരിക്കുന്നതല്ല, നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടല്ല. അപ്പോൾ ഒരുപാട് അങ്ങ് മുഴുത്ത് പോവാതെ രീതിയിൽ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഞാനൊരിക്കൽ ഇട്ടു, പിന്നെ രണ്ടാമത് ഇടാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രൈ ആയി കഴിഞ്ഞ ഉടനെ ഞാൻ അടുത്തതിട്ടു. അങ്ങനെ 2 പ്രാവശ്യം ഇട്ടിട്ടാണ് ഞാൻ ആ ചിക്കൻ മുഴുവൻ ഫ്രൈ ചെയ്തെടുത്തത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിക്കൻ ബിരിയാണി ഇഷ്ടമുണ്ടോ? ചിക്കൻ ബിരിയാണി ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. എനിക്കിഷ്ടമാണ്, എനിക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടമാണ്. നമ്മൾ പുറത്തൊക്കെ പോയാൽ ഞാൻ അധികം ചിക്കൻ ബിരിയാണി തന്നെ കഴിക്കൽ. പിന്നെ എനിക്ക് ബീഫിനോട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ഇഷ്ടമില്ല, എനിക്ക് ചിക്കൻ തന്നെയാണ് ഇഷ്ടം. അതല്ലെങ്കിൽ പിന്നെ ഫിഷാണ് കഴിക്കൽ. ഫിഷ് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഫിഷ് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. അങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെ കഴിക്കാൻ ഇഷ്ടം? ഫിഷാണോ, ചിക്കനാണോ, മട്ടനാണോ, ബീഫാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടൊന്ന് അറിയിക്കട്ടോ. പിന്നെ ഞാൻ ആ ഒരു എണ്ണയിൽ തന്നെയാണ് ഞാൻ ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തത്. കാരണം അതിൻ്റെ എണ്ണ ഈ പൊരിച്ചതിൻ്റെ ഇതൊക്കെ അങ്ങ് കളഞ്ഞിട്ട് ആ എണ്ണ തന്നെ യൂസ് ചെയ്തു. പിന്നെ നമുക്ക് ഈ എണ്ണ വേറെ എന്തിനും യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ അതിന് തന്നെ യൂസ് ചെയ്തു. അതൊരു ടേസ്റ്റുമാണ്. നമുക്ക് ഫ്രൈ ചെയ്ത ആ ഒരു എണ്ണയിൽ തന്നെ ചെയ്യുമ്പോൾ അത് ബിരിയാണിക്കും നല്ലൊരു നല്ല ടേസ്റ്റ്, ഒരു സ്വാദ് ഉണ്ടാക്കാൻ സഹായിക്കും. സോ ഞാൻ അങ്ങനെ തന്നെ ചെയ്യല്. എനിക്കതാണ് ഇഷ്ടം. അങ്ങനെ ചെയ്താൽ എനിക്കതൊരു വേറെ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. എനിക്ക് അതിൻ്റെ എണ്ണ തന്നെ ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്യലുള്ളൂ. അല്ലെങ്കിൽ എനിക്കല്ലാതെ വേറെ തന്നെ ഓയിലെടുത്ത് ചെയ്താൽ എനിക്കെന്തോ അത്ര ഇഷ്ടമല്ലാത്ത പോലെ, ആ ഒരു ടേസ്റ്റ് അങ്ങ് വിട്ടു പോകുന്ന പോലെ തോന്നും. ഇതുവരെ ഞാൻ അതിൻ്റെ അകത്ത് പൊടികളൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എല്ലാം വഴറ്റി ഒന്ന് സെറ്റായി വരുമ്പോൾ ഓരോരോ പൊടികളായിട്ട് ആഡ് ചെയ്ത് കൊടുത്തത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ ചിക്കൻ മസാല നല്ലോണം കുറച്ചധികം ഇട്ട് കൊടുത്തു. കാരണം ചിക്കൻ ബിരിയാണി ആണല്ലോ. സോ അതുകൊണ്ട് ചിക്കൻ മസാല കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഗരം മസാല അതൊക്കെ ആഡ് ചെയ്ത് നല്ലോണം വഴറ്റിയെടുത്ത് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ അതിലേക്ക് അങ്ങ് സെറ്റായി ഇട്ട് കൊടുത്തു. അത് നല്ല രീതിയിൽ ചിക്കനും മസാലയും നല്ല മിക്സായിട്ട് നല്ല ടേസ്റ്റായിട്ട് വരണം. ആ ഇറച്ചിയും ആ മസാലയും തമ്മിൽ ജോയിൻ്റായിട്ട് നല്ലൊരു ടേസ്റ്റ് അങ്ങ് സെറ്റാകുന്നവരെ ഞാനത് ചെറിയ തീയിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് തുറന്നിളക്കി അങ്ങനെ ഇട്ട് കൊടുത്ത് അങ്ങനെ ഇളക്കി കൊടുക്കുമായിരുന്നു. പിന്നെയാണ് ലീഫ് ഇട്ടത്. ലീഫ് ലാസ്റ്റ് ഇടുന്നതാണ് നല്ലത്, എന്നാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ആദ്യം ലീഫൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാൻ അതെനിക്കത്ര താല്പര്യമില്ല. സോ ഞാൻ ലാസ്റ്റാണ് ഇടാറുള്ളത്. അപ്പം നമ്മുടെ മസാല ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി മസാലയുടെ പണിയൊക്കെ കഴിഞ്ഞു. അതൊക്കെ മാറ്റി വെച്ച് ഞാൻ നേരെ ചായയൊക്കെ വെച്ച് കുട്ടിയൊക്കെ കൊടുത്തു. ചോറിൻ്റെ പണി തുടങ്ങിയത് രാത്രി 8 മണി ആയപ്പോഴാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് അടുക്കളയിൽ. അതുവരെ പിന്നെ ടൈം ഒരുപാട് കഴിഞ്ഞ് മസാല ആയല്ലോ, പിന്നെ ചോറല്ലേ എന്ന് വെച്ച് ഞാൻ അവിടെ വെച്ച് പോയി. അത് കുക്കറിൽ തന്നെ സെറ്റ് ചെയ്തത്. കുക്കറിൽ തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി. വെറുതെ ടൈം ഒരുപാടായല്ലോ, അപ്പോൾ വിചാരിച്ചു കുക്കറിൽ തന്നെ അങ്ങ് വെക്കാം എന്ന് കരുതി കുക്കറിൽ തന്നെ ചോറ് അങ്ങ് സെറ്റ് ചെയ്ത് അടുപ്പത്താട് വെച്ചു. ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ കലാപരിപാടികൾ ഒരുപാട് കഴുകാനുണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ വൈകുന്നേരത്തെ ചായയൊക്കെ കഴിഞ്ഞ് പിന്നെ അതൊന്നും കഴുകാൻ നിന്നില്ല, നേരെ പോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മ വന്ന് ചോറ് ദമ്മിട്ടിട്ടുണ്ടായിരുന്നു. ഉള്ളിയൊന്നും ഞാൻ അങ്ങനെ ഇടലില്ല ദമ്മിടുമ്പോൾ, കുട്ടികൾക്ക് അത്ര ഇഷ്ടമല്ല. ഉള്ളി കരിച്ചിട്ടാൽ അത് കുട്ടികൾക്കൊരു ടേസ്റ്റ് അങ്ങനെ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിന് നിന്നിട്ടില്ലേനു. ചോറ് സെറ്റ് ചെയ്ത് ഉമ്മ ദമ്മിട്ടിട്ട് അങ്ങനെ കുട്ടികൾക്ക് എടുത്ത് കൊടുക്കുക ചെയ്തത്. അതിൻ്റെ ഇടയിൽ ഉള്ളിയും പച്ചമുളകൊക്കെ മുറിച്ചിട്ട് ഒരു ചെറിയൊരു സലാഡ് സെറ്റപ്പ് അങ്ങ് ചെയ്തു. ചോറ് ചിലരൊക്കെ ഞാൻ ഓരോ വീഡിയോസിലൊക്കെ കണ്ടു ബിരിയാണിയും ചോറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ബിരിയാണി.
അങ്ങനെ വേണേൽ ചെയ്യാം. പക്ഷെ എനിക്കതിനോട് വലിയ താല്പര്യമില്ല. ഇങ്ങനെ മസാല വേറെ ചോറ് വേറെ ആയിട്ട് തന്നെ ദമ്മിട്ടിട്ട് അത് തന്നെയാണ് ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുണ്ടാക്കി നേരെ മോന് കൊണ്ട് കൊടുത്തു. നിൻ്റെ ബിരിയാണി ഇതാണെന്നും പറഞ്ഞിട്ട് മോന് ചെറുതിനും വെച്ച് കൊടുത്തു. പിന്നെ ഞാനും വേഗം എടുത്ത് കഴിച്ചു. ഉമ്മയും കഴിക്കുന്നുണ്ടായിരുന്നു. ഉപ്പ വന്നിട്ടില്ല, ഉപ്പ പുറത്തേനുള്ളത്. അപ്പം ഞാനും പെട്ടെന്ന് തന്നെ എടുത്ത് കഴിച്ചു. അവൻ്റെ കൂടെ തന്നെ ഇരുന്ന് കഴിച്ചു, ആസ്വദിച്ച് കഴിച്ചു. ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി ആയതുകൊണ്ട് പറയില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാത്തവരൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്.